ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുക്കറിൽ ഒട്ടും കുഴഞ്ഞു പോകാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിന് വേണ്ടി എടുക്കാം കേട്ടോ. ഞാനിവിടെ ഉരുളക്കിഴങ്ങും ചേനയും അതുപോലെ ക്യാരറ്റ്, പടവലങ്ങ, വെണ്ടയ്ക്ക ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് നമുക്ക് വേണം. നമ്മുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾ ആണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു കറി ഇതേ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അവിയലിനൊക്കെ സാധാരണ നമ്മൾ കട്ട് ചെയ്യും പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് ഈ ഒരു കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കുക. ഒട്ടും കുഴഞ്ഞു പോകുമൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഈ ഒരു കറി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഒട്ടും കുഴഞ്ഞു പോകുമൊന്നുമില്ലേ. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം മാറ്റിയതിന് ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. വേറെ ഒന്നും ഇതിനകത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല. നമുക്ക് ഒരു വിസിൽ വരുന്നോളം വരെയും വേവിച്ചെടുക്കാം. ഒരു വിസിൽ മതി, ഒരുപാട് വിസിലായാൽ വെന്ത് പോകും കേട്ടോ. അപ്പോൾ ഒരു വിസിൽ വന്നപ്പോൾ ഞാനിവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനി പ്രഷറൊക്കെ മാറിയിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി കുറച്ച് തേങ്ങ, ഒരു 5-6 ചെറിയ ഉള്ളി, 3-4 വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് ജീരകം, ഇതെല്ലാം കൂടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു കറിക്ക് കുറച്ചധികം തേങ്ങ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഇത് മിക്സി ജാറിലേക്ക് മാറ്റാം. അതിൻ്റെ കൂടെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. എന്നിട്ട് ചതച്ചെടുക്കാം, അരച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരപ്പൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടില്ല, നമ്മുടെ വെജിറ്റബിളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല, വെന്ത് അധികമായിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ വേറൊരു പാത്രത്തിലാണ് കറി തയ്യാറാക്കുന്നത്, മൺചട്ടിയിലാണ്. അപ്പോൾ മൺചട്ടി വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ആ ഒരു കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ വെജിറ്റബിളിൻ്റെ കഷ്ണം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം പ്രഷർ കൊടുക്കണ്ട, ചിലപ്പോൾ ഉടഞ്ഞു പോകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ഇനി മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു അരപ്പ് അങ്ങനെ തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ ഒന്ന് ആവി ഒന്ന് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. വേണമെങ്കിൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അരപ്പൊക്കെ ചേർത്തിട്ട് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ വലിയാനുണ്ട് ആ ഒരു അരപ്പിൻ്റെ. അതൊന്ന് തുറന്ന് വെച്ചിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ തൈര് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് ഇതായി പോയിട്ടുണ്ട്, ആ വെള്ളം ഒന്ന് അരപ്പിൻ്റെ വെള്ളം ഉണ്ടായിരുന്നല്ലോ, അപ്പം അതുകൊണ്ടൊന്ന് കുഴഞ്ഞു പോയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഈ രീതിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. കുറച്ചുകൂടി ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അതുപോലെ സിമ്പിളാണ്. കുക്കറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അവിയലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടുവന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.